കുറ്റം പറയുക. കുറ്റം പറയാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാകത്തില്ല. നാം ഒക്കെ പലപ്പോഴായി പല കാര്യങ്ങളെ കുറ്റം പറഞ്ഞിട്ടുള്ളവരാണ്. കുറ്റം പറയുക അത് എല്ലാ മനുഷ്യരിലുമുള്ള ഒരു സൈക്കോളജിക്കൽ പ്രോസസ്സാണ്. അതൊരു ഡിഫൻസ് മെക്കാനിസം ആയിട്ടാണ് അതിനെ കാണുന്നത്. സിഗ്മണ്ട് ഫ്രോയിഡ്, കാൾ യങ് എന്നീ മനഃശാസ്ത്രജ്ഞന്മാർ പറയുന്നത് അതിനെ പ്രൊജക്ഷൻ എന്നാണ്. ഡിഫൻസ് മെക്കാനിസത്തിന്റെ ഒരു ഭാഗമാണ്. ഡിഫൻസ് മെക്കാനിസത്തിൽ പല കാര്യങ്ങൾ നമുക്ക് കാണാനായി സാധിക്കും. അതിലൊന്നാണ് ഈ പ്രൊജക്ഷൻ എന്ന് പറയുന്നത്. ഈ പ്രൊജക്ഷനിൽ നമ്മുടെ കുറവുകൾ, നമ്മുടെ വൈകാരിക തലങ്ങൾ, നമ്മുടേതായ സ്വഭാവങ്ങൾ, നമ്മളിലുള്ള പലതിനെയും നമ്മൾ മറ്റൊരാളിൽ കാണുന്നതിനെയാണ് ഈ പ്രൊജക്ഷൻ എന്ന് പറയുന്നത്. ഇപ്പൊ ഞാനൊരു ദേഷ്യക്കാരനാണെങ്കിൽ ഞാൻ മറ്റൊരാളെ ദേഷ്യക്കാരനായി കാണുകയാണ്. ഞാൻ ഒരു അസൂയുള്ള ഒരു വ്യക്തിയാണെങ്കിൽ മറ്റുള്ളവരും അസൂയക്കാരാണ് എന്ന് ഞാനങ്ങ് ചിന്തിക്കുകയാണ്. ഞാൻ അവരെ അങ്ങനെ കുറ്റം പറയുകയാണ്, അവര് അസൂയുള്ളവരാണ്. ഞാൻ സത്യസന്ധനല്ലാത്ത ഒരു വ്യക്തിയാണ്, കള്ളം പറയുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഞാൻ പറയുകയാണ് മറ്റൊരാള് സത്യസന്ധനല്ല, അവൻ കള്ളം പറയുന്നവനാണ് എന്ന് ഞാൻ പറയുകയാണ്. നമ്മളിലുള്ളതിനെ, നമ്മുടെ കുറവുകളെ, നമ്മുടെ പോരായ്മകളെ, നമ്മുടെ വികാരങ്ങളെ മറ്റൊരാളിൽ നാം കാണുന്നതിനെയാണ് ഈ പ്രൊജക്ഷൻ എന്ന് പറയുന്നത്. അത് ഒരു ഡിഫൻസ് മെക്കാനിസത്തിന്റെ ഒരു ഭാഗമാണ്. ഒരു പരിധി വരെ അത് നല്ലതാണ്. പക്ഷെ ഇത് എപ്പോഴാണ് വളരെ അപകടകരമായി മാറുന്നത്? കണ്ടിന്യൂസ് ആയി, ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മളിൽ നിന്ന് ഇത് കുറ്റം മാത്രം വരികയാണെങ്കിൽ അത് അപകടകരമാണ്. നമുക്ക് നമ്മളെ തന്നെ തിരിച്ചറിയാനോ നമ്മുടെ തെറ്റുകളെ മനസ്സിലാക്കാനോ കഴിയാതെ എപ്പോഴും നാം മറ്റുള്ളവരെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതും വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനാണ്. ബന്ധങ്ങളെ ഇത് ബാധിക്കുന്നുണ്ടെങ്കിൽ അതും വളരെ ഡേഞ്ചറസ് ആയൊരു സിറ്റുവേഷനാണ്. അപ്പോൾ നാം കുറ്റം പറയുന്നത് നമ്മുടെ തന്നെ ഒരു ഡിഫൻസ് മെക്കാനിസത്തിന്റെ ഭാഗമാകുമ്പോൾ തന്നെ അത് അപകടകരമാകുന്നുണ്ടോ എന്ന് നാം ചിന്തിക്കണം. സ്വന്തമായിട്ട് തെറ്റുകൾ തിരുത്താൻ കഴിയാതെ പോവുകയാണ്, സ്വന്തമായി ഇംപ്രൂവ്മെന്റ് ഇല്ലാതെ പോവുകയാണ്, നന്നാകാൻ കഴിയാതെ പോവുകയാണ്. ഇതെല്ലാം ഒരു നെഗറ്റീവ് പേഴ്സണാലിറ്റി, അൺഹെൽത്തി പേഴ്സണാലിറ്റിയിലേക്ക് വ്യക്തികളെ കൊണ്ടുപോവുകയാണ്. സമൂഹത്തിൽ അവർ വളരെ ഡേഞ്ചറസ് ആയി മാറാൻ സാധ്യതയുണ്ട്. യേശു കർത്താവ് ഇങ്ങനെ പറയുകയാണ്, മത്തായി സുവിശേഷം 7-ാം അധ്യായം 3 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ. ആ വാക്യങ്ങളിൽ പറയുന്നത് ഇങ്ങനെയാണ്: സ്വന്തം കണ്ണിലെ കോൽ വെച്ചിട്ട് മറ്റൊരാളുടെ കണ്ണിലെ കരടെടുക്കുന്ന ഒരു വ്യക്തിയെ കുറിച്ച്. ആ വ്യക്തിയെ കുറിച്ച് 5-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്, കപടഭക്തിക്കാര എന്നാണ് പറയുന്നത്. അത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ സംഭവിക്കാൻ സാധ്യതയുണ്ട്. നമ്മുടെ ജീവിതത്തിൽ വലിയ കോല് പോലെയുള്ള കാര്യങ്ങളായിരിക്കും കണ്ണിൽ വെച്ചിരിക്കുന്നത്. അത് വെച്ചിട്ടാണ് നാം പലപ്പോഴും പലരുടെയും കണ്ണിലെ കരടെടുക്കാനായി ശ്രമിക്കുന്നത്. അതിന്റെ ഒരു ഭാഗമായി കുറ്റം പറച്ചിൽ. അവർ ശരിയല്ല, അവർ നന്നല്ല, അവരുടെ സമീപനം, സംസാരം, ജീവിത രീതി, ഇടപെടല് ഒന്നും ശരിയല്ല, എല്ലാം കുറ്റം 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 കൂടുതലായി കണ്ടുപിടിക്കാനായി ശ്രമിക്കുന്ന ഒരു വ്യക്തി, അത് വളരെ ഡേഞ്ചറസ് ആയി മാറാൻ സാധ്യതയുണ്ട്. അവരിലെ നന്മ എപ്പോഴാണ് നമുക്ക് കാണാനായി കഴിഞ്ഞത്? അവരിലെ നന്മയും കാണാൻ കഴിയുന്ന, അപ്പോൾ തന്നെ നമ്മുടെ കുറവുകളെ നമുക്ക് കണ്ട് നമ്മളെ തിരുത്താൻ കഴിയുന്ന ഒരു നിലവാരത്തിൽ നാം ആയിത്തീരാൻ കർത്താവ് ആഗ്രഹിക്കുന്നു, ദൈവം ആഗ്രഹിക്കുന്നു. ഒരു നല്ല മനുഷ്യനായി തീരാൻ ദൈവം ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ആ ഒരു സൈക്കോളജിക്കൽ ഡിസോർഡറിലേക്ക്, പേഴ്സണാലിറ്റി ഡിസോർഡറിലേക്ക് പോകുന്ന ഒരു അനുഭവത്തിൽ നിന്ന് നമുക്ക് നമ്മളെ ഒന്ന് ഇവാലുവേറ്റ് ചെയ്യാൻ കഴിയുന്ന നിലവാരത്തിൽ നമ്മുടെ പ്രൊജക്ഷൻ, ആ ഡിഫൻസ് മെക്കാനിസം നമ്മളെ സഹായിക്കട്ടെ. കൂടുതൽ കുറ്റം പറയുന്ന ഒരു അനുഭവം നമ്മളിൽ ഉണ്ടെങ്കിൽ ഒന്ന് നിർത്തിയിട്ട് നമ്മളെ തന്നെ ഒന്ന് മനസ്സിലാക്കാനായി കഴിയട്ടെ. God bless you.